പാലത്തായി പോക്സോ കേസിലെ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച അധ്യാപകന് 40 വർഷം കഠിന തടവും അതിനുശേഷം ജീവപര്യന്തം തടവും ഇന്ന് തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോർട്ട് ശിക്ഷിച്ചു. മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുകാരിയെ 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയ്ക്ക് ശുചിമുറി കൊണ്ടുപോയി അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അത് ഒരു പീഡനമുള്ള 2-3 പ്രാവശ്യം പീഡിപ്പിക്കുകയും ചെയ്തു. കുട്ടിയുടെ അമ്മയുടെ സഹോദരി എടുത്ത് പറഞ്ഞു തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന്. അത് പോക്സോ കേസിലേക്ക് FIR ലോക്കൽ പോലീസ് അയക്കേണ്ടി വന്നു. തലശ്ശേരി അതിവേഗ കോടതിയിലാണ് കേസ് കുറ്റചാർജ് ഫയൽ ചെയ്തത്. അധ്യാപകനായ BJP പ്രവർത്തകനായ പത്മരാജന് തുടക്കത്തിൽ ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്വേഷണത്തിലെ തകിടം മറി പലതും ഉണ്ടായി. ക്രൈംബ്രാഞ്ചിൽ തന്നെ 4ാമത്തെ ടീമാണ് ഈ കേസിന്റെ കുറ്റചാർജ് കൊടുത്തത്. ക്രൈംബ്രാഞ്ചിൽ പല ടീമുകളും അന്വേഷിച്ചു. അത് ചിലര് ആ കുറ്റം നടന്നിട്ടില്ല എന്ന് വിധി എഴുതി അവര് കേസ് ഡയറി എഴുതി. ശ്രീജിത്ത് ADGPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വിവാദമായിരുന്നു ആ കാലത്ത്. കാരണം കുട്ടിയുടെ മൊഴി പുറത്തു വന്നപ്പം കുട്ടി എന്തൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കമന്റ് വന്നു. അത് വളരെ വിവാദമായി. ഏതായാലും സ്കൂളിലെ അധ്യാപകൻ 49 വയസ്സുള്ള കടവത്തൂർ മുണ്ടത്തൊടിയിലെ കുറുങ്ങാട്ട് ഹൗസിലേക്ക് പത്മരാജൻ, അദ്ദേഹം അധ്യാപകനാണ്, BJP പ്രവർത്തകനാണ്. അദ്ദേഹമാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് FIR വന്നു. പിന്നീട് രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയധികം പോരുകളുണ്ടായി. എങ്കിലും കോടതിയിലും അതൊക്കെ തന്നെ വാദമുഖത്ത് കയറി ഇറങ്ങി വന്നു. സ്പെഷ്യൽ കോർട്ടിലെ ജഡ്ജി പറഞ്ഞു, ഇത് രാഷ്ട്രീയമല്ല ഇവിടെ നോക്കുന്നത്, കേസിന്റെ മെരിറ്റാണ് നോക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തു. രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വളരെയധികം നാളുകളായിട്ട് നിൽക്കുന്നു. 2020 ജനുവരി നടന്ന ഈ സംഭവത്തിന് വളരെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നടന്നെങ്കിലും 2020 ഏപ്രിൽ 15 പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതി ഒളിവിൽ പോയി. പ്രതിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതിയിൽ നിന്നൊക്കെ പിന്നീട് ജാമ്യം ലഭിച്ചു. എങ്കിലും ഈ കേസ് രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടന്നെങ്കിലും കോടതി കൃത്യമായി എവിഡൻസ് മുഴുവൻ നോക്കി. ക്രൈംബ്രാഞ്ചിന്റെ തന്നെ പല യൂണിറ്റിനും വ്യത്യസ്തമായി അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അവസാനത്തെ ടീം വളരെ ശാസ്ത്രീയമായിട്ട് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമല്ല, ബയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു കുറ്റചാർജ് കൊടുക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ 4ാമത്തെ യൂണിറ്റിന് കഴിഞ്ഞു. ഇപ്പോൾ കോടതി അത് മുഴുവൻ പരിശോധിച്ചിട്ട് 376, കാരണം പഴയ IPC ആണ്, 376 എയും ബിയും റിപ്പീറ്റഡ് ആയ പോക്സോ റേപ്പാണ്. 2 മാസത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഉണ്ടായി. അതുകൊണ്ട് ജീവപര്യന്തം തടവ് 40 വർഷം. കോടതി സ്വല്പം കാരുണ്യം കാണിച്ചു. 20 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ജീവപര്യന്തം, മരണം വരെ. അതാണ് കോടതിയുടെ ശിക്ഷ. പൊതുവെ 40 വർഷത്തോളം തടവ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ ഒക്കുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന് 49 വയസ്സുണ്ട്. എന്തായാലും ഇത് മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ്. ആരായാലും ശരി, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന വളരെയധികം കശ്മീരന്മാർ കേരളത്തിലുണ്ട്. പലരും പല കേസിനകത്ത് ശിക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും കുട്ടികളെ അങ്ങ് വെറുതെ വിടുക, അതിന് പിന്നെ ന്യായീകരണമൊന്നും പറയാൻ ഒക്കില്ല. ഇതൊരു മാതൃകാപരമായ ശിക്ഷയാണെന്ന് പറയുന്നതിന്റെ കാരണം ഈ ശിക്ഷ തന്നെ അതികഠിനമായ ശിക്ഷയാണ്.
ഇത് ഹയർ കോടതിയിലോട്ടൊക്കെ പോയാലും വലിയ മെച്ചവും വലിയ റെമിഷനും ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം 376 എയും ബിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. റിപ്പീറ്റഡായ ഒരു പ്രാവശ്യമല്ല, റിപ്പീറ്റഡായ ഒരു പോക്സോ ഒഫൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ കുട്ടി ഇതെല്ലാം സഹിച്ച് നിവൃത്തിയില്ലാതെ കൊച്ച് 10 വയസ്സുകാരി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അമ്മയുടെ സഹോദരിയോട് ആദ്യം പറഞ്ഞു. അവിടുന്ന് ചൈൽഡ് ലൈനിലേക്ക് പോയി. പിന്നീട് എഫ്ഐആറിലേക്ക് കാര്യങ്ങൾ എത്തി. കുട്ടിയുടെ അമ്മ പരാതി കൊടുത്തു. അമ്മ ഈ വിധി കേട്ടിട്ട് അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിൽ ആവശ്യമില്ല. കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഒരു അധ്യാപകനാണ്, കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന വ്യക്തിയാണ്, ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് ഈ കേസിലെ കുറ്റം ചെയ്തത്. കോടതി ഒരു കാരുണ്യം കാണിച്ചില്ല. നന്നായിരിക്കുന്ന കോടതിയുടെ വിധി. കാരണം ഇതൊരു മാതൃകാപരമായ വിധി. കാരണം ഇങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള പല മഹാന്മാരും ഉണ്ട്. അവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടായി ഇതുപോലെ എടുത്തു ചാടാൻ പോകുന്നവർക്ക് ഒരു പാഠമായിരിക്കട്ടെ ഇത് എന്നാണ് ഞാൻ കരുതുന്നത്.